നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. വിശ്വമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് സഭാമാതാവും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒത്തിരിയേറെ സ്ഥാനം പിടിച്ച ഒരു വിശുദ്ധനാണ്. ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഔസേപ്പിതാവ് എന്നുള്ള പേര് നമുക്ക് നാമമായിട്ട് കിട്ടിയില്ലെന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഔസേപ്പിതാവിൻ്റെ ആ ഒരു ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വലിയ ദൈവാനുഗ്രഹം നിറയുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറും. നമ്മൾ വചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒത്തിരിയേറെ കാര്യങ്ങൾ ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഔസേപ്പിതാവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതായിട്ട് വചനത്തിലും നമ്മൾ കാണുന്നില്ല. പക്ഷേ തൻ്റെ ജീവിതം നിശബ്ദമായി ഇത്രമാത്രം ഒരു വലിയ ദൈവാനുഗ്രഹത്തോടെ ജീവിച്ചു തീർത്ത ഒരു വിശുദ്ധനായ വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് നമ്മൾ നമ്മുടെയൊക്കെ പഠനങ്ങളിലും ധ്യാനങ്ങളിലും ഒക്കെ നടന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു സ്വാധീനം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കുവാനും സാധിച്ചതിൻ്റെ പരിണിത ഫലമായി ജീവിതത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിലും അതിനെയൊക്കെ ശാന്തതയോടെ ധീരതയോടെ നേരിടുവാനായിട്ട് ഔസേപ്പിതാവിന് സാധിച്ചു. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് നൽകപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് അവൻ പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അതിനെ അതിജീവിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി ഔസേപ്പിതാവിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ഔസേപ്പിതാവിന് സാധിച്ചു. ഇത് നമ്മൾ വചനത്തിൽ കാണുന്ന കാര്യം, അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ്റെ ആലോചന മുഴുവനും ദൈവവുമായിട്ടാണ് അവൻ്റെ ആലോചന മുഴുവൻ. അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും അതിലൂടെയൊക്കെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവൻ്റെ ആലോചന മുഴുവനും ദൈവത്തോടു കൂടെയായിരുന്നു. അതിൻ്റെ പരിണത ഫലമായി എപ്രകാരം ജീവിത സാഹചര്യങ്ങളെ നേരിടണം, എപ്രകാരം ജീവിത സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യം കൃത്യമായി അറിയാൻ സാധിച്ചു. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവിക വെളിപാടുകൾ ശക്തമായി ലഭിക്കും. യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകം എഴുതുന്ന പാത്മോസ് ദ്വീപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് വരിക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും മാതൃകയായിട്ടുള്ള ഈശോയുടെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കൊക്കെ മുമ്പായിട്ടും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ആ ഒരു ഈശോയുടെ മാതൃക നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം പ്രാർത്ഥനയിൽ ദൈവാനുഭവത്തിലൂടെയും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി നമ്മളെ തന്നെ ഒരുക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ നിറയും. ഇന്ന് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു മുന്നിലുള്ള വലിയൊരു അപകടം എന്ന് പറയുന്നത് ദൈവത്തെ നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മൾ വളച്ചൊടിക്കുവാനായിട്ട് പരിശ്രമിക്കണം.
നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ദൈവം നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി ദൈവത്തെ വളച്ചൊടിക്കുന്നതിനേക്കാളും ഉപരിയായി പൂർണ്ണമായി ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹം നിറയും. ഔസേപ്പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃക എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്നവരായിട്ട് മാറുക. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഔസേപ്പിതാവിനെ സഭ വിശേഷിപ്പിക്കുന്നത് കുടുംബങ്ങളുടെ കാവൽക്കാരൻ എന്ന പേരിലാണ്. കുടുംബങ്ങളുടെ കാവൽക്കാരനായ ഔസേപ്പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് തിരുക്കുടുംബത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഔസേപ്പിതാവ്. അതുമാത്രമല്ല, ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാനായിരുന്നു എന്നൊരു വിശേഷണം കൂടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പരിശുദ്ധ അമ്മയെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ അപകീർത്തിപ്പെടുവാൻ മനസ്സ് വരാതെ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനായിട്ട് കാണിച്ചൊരു വലിയ മനസ്സ്. അത് ഔസേപ്പിതാവിൻ്റെ ഒരു വലിയ ഒരു ജീവിതത്തിലെ ഒരു പുണ്യമായിരുന്നു. യഹൂദ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ ഉത്തരവും അതുപോലെ നിയമവും ഒക്കെ ഉള്ളിടത്ത് അതിനെ മറികടന്നുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പുണ്യം പരിശുദ്ധ അമ്മയെ ചേർത്ത് പഠിക്കുക. അതുപോലെ തന്നെ ഈശോയെ ഉണ്ടായതിനു ശേഷം ഈശോയെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. ഒരു വലിയ റിസ്ക് എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നീതിമാനാണ് എന്നുള്ള വിശേഷത്തോടൊപ്പം തന്നെ ഇത്രമാത്രം പിതൃവാത്സല്യമുള്ള ഒരു ഔസേപ്പിതാവ്, പിതൃവാത്സല്യമുള്ള ഒരു ഔസേപ്പിതാവ്, അതുപോലെ ഒരു നല്ല കുടുംബനാഥനായ ഒരു ഔസേപ്പിതാവ്. ഇന്ന് ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടതകളും അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കുടുംബങ്ങൾ സ്വർഗതുല്യമാക്കുവാനായിട്ട് ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം യാചിക്കുകയും അതുപോലെ തന്നെ ഔസേപ്പിതാവിലുണ്ടായിരുന്ന ഈ ഒരു ഗുണം, അതായത് നമ്മുടെ ജീവിത പങ്കാളിയും മക്കളെയും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ കാത്തുപരിപാലിക്കുവാൻ, സ്നേഹത്തോടെ കാത്തുപരിപാലിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ മാറ്റി സന്തോഷം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ട് ശാന്തതയോടെ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ ജീവിതത്തിൽ നിന്ന് മടങ്ങുന്ന ഔസേപ്പിതാവിനെ കാണും. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതെന്താണോ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് ഔസേപ്പിതാവിന് സാധിച്ചു. നമുക്കറിയാം, ഔസേപ്പിതാവ് ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ ആകുലതകളാണ്. നമ്മൾ ചെറിയ കാര്യത്തിന് പോലും ടെൻഷനും, അതുപോലെ തന്നെ ഒത്തിരിയേറെ ആളുകൾ പറയാണ് അച്ഛാ ഞങ്ങൾക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല, ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഒരു ഉറക്കം പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം, ശാന്തമായി കിടന്നുറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ സ്റ്റാച്ചു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രമാത്രം ശാന്തത, ഇത്രമാത്രം പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളുടെ നടുവിലും ശാന്തമായി ഉറങ്ങാൻ പറ്റുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തോടൊപ്പമായിരുന്നുകൊണ്ട് നല്ല ബോധ്യങ്ങൾ ലഭിക്കുമ്പോഴാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ട് അത് ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഈ ഒരു മനസ്സിൻ്റെ ശാന്തത. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ ദൈവാനുഗ്രഹവും ദൈവിക ജ്ഞാനവും ദൈവിക വെളിപ്പെടുത്തലും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ ധീരതയോടെ നേരിടുവാനായിട്ടുള്ള വലിയ കൃപയും നമുക്ക് ലഭിക്കും. ഇന്ന് ഈ ഒരു തിരുനാൾ ദിവസം ജോസഫ് നാമധാരികളായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ ഔസേപ്പിതാവിൻ്റെ ഗുണം നമ്മളെല്ലാവരും കുടുംബനാഥന്മാരിലുമൊക്കെ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങുക. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.